ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളാക്കാൻ പോകുന്നത് ഇത് ഒരു ചോളമാണ്. ഇത് ഉപ്പെല്ലാം ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. വേവിച്ച് ഞാൻ അടർത്തിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഹെൽത്തി ഫുഡ് പോലെയാണ്. മറ്റേ ന്യൂട്രീഷൻ ഫുഡൊക്കെ കഴിക്കുന്ന പോലെ. ഇതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ അടർത്തി വെച്ചിരിക്കുന്ന ഈ ചോളത്തിലേക്ക് ഇവിടെ ഞാൻ ഉള്ളി അത് നല്ല കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി അത് ഞാൻ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വെച്ചിരിക്കുന്ന തക്കാളി ഇത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യും. നെക്സ്റ്റ് ഇത് നമുക്കൊന്ന് നല്ല ഇളക്കി കൊടുക്കാം. നല്ല ഇളകി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മളിതാ കുറച്ച് പകുതി നാരങ്ങ ഇവിടെ ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ മുകളിലൂടെ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കാം. നല്ല ഹെൽത്തിയുള്ള ഫുഡാണ്. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയിരുന്നാലും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാവും ഈ ഫുഡ്. എല്ലാവരും ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ രാവിലെ ആയിരുന്നാലും നമുക്ക് ടോയ്ലറ്റിലെല്ലാം. നെക്സ്റ്റ് നമുക്കിതിലോട്ട് കുറച്ച് ഉപ്പ് വിതറാം. ഞാൻ കുറച്ചേ വിതറിയിട്ടുള്ളൂ. ബിക്കോസ് ഞാൻ നേരത്തെ ഇത് പുഴുങ്ങുമ്പോൾ ഒന്ന് ഉപ്പ് ചേർത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല പാകമായി കാണും. ഇത് നല്ല മിക്സ് ചെയ്യുക. ഇത് നമ്മുടെ ശരീരത്തിലായിരുന്നാലും വളരെ യൂസ്ഫുള്ളായ ഒരു സംഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ വെച്ചാൽ ഈ ചോളത്തിൻ്റെ തന്നെ അത് നമ്മൾ പൊളിക്കുമ്പോൾ നമുക്കൊരു നൂല് പോലെ സംഭവം കിട്ടും ഈ സാധനം. അപ്പം ഇതെന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ കിഡ്നി എല്ലാം ഇതായിരിക്കുന്നവർ കിഡ്നി ശുദ്ധീകരിക്കാനും ഇത് വളരെ യൂസ്ഫുള്ളായൊരു മരുന്നാണ്. ഇത് ഞങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഇത് കുറച്ച് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളം ഇതിൽ കുറച്ചെടുത്ത് തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നല്ല യൂസ്ഫുള്ളായൊരു സാധനമാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇതും അതേപോലെ തന്നെ ട്രൈ ചെയ്യുക. ഇത് വളരെയധികം ഹെൽത്തി ആയുള്ളൊരു ഫുഡാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കും ഏതുകാർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്യുക. താങ്ക് യു.